നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ വചനം ഉപയോഗിക്കുന്നവരും വചനം പ്രസംഗിക്കുന്നവരും വചനം എഴുതുന്നവരും വചനം സ്വീകരിക്കുന്നവരും വചനം പറയുന്നവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് അത്ര കണ്ട് ശക്തി ഉണ്ടെങ്കിൽ ഈ 15ാമത്തെ രാത്രി മനുഷ്യന്റെ ശബ്ദത്തേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അപാര പ്രഭാവം ഇന്ന് രാത്രി പ്രയർ സെന്ററിനകത്ത് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മാത്രം അധരങ്ങളെ തുറന്ന ആത്മശക്തിയോടെ നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുമോ അതുപോലെ പ്രതികരിച്ചുകൊണ്ട് പറയണോ, വചനം ദൈവമാണെങ്കിൽ അത് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടാനിടയാകണം. ഹല്ലേലൂയ. വചനം അതിന്റെ തനതായ രീതിയിൽ ഇന്ന് രാത്രി 9 മണിക്ക് ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് വെളിപ്പെട്ടാൽ ഒരു പക്ഷേ നമുക്ക് തീർക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വചനം വന്ന് തീർക്കാനിടയാകും. വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ വചനത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കും, ഏതോ 1-2 മീറ്റിങ്ങിൻ്റെ ആമുഖത്തിൽ പറയുകയും ചെയ്ത ഒരു വാക്കോടെ കടത്തി പറഞ്ഞുകൊണ്ട് കുറിവാക്യം വായിക്കാം. സ്തോത്രം. വചനത്തെക്കുറിച്ച് ഞാനൊരു വചന ശുശ്രൂഷകനായി ദൈവം എന്നെ കണ്ടു എന്ന് ബോധ്യപ്പെട്ട കാലം മുതൽ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ അന്വേഷണങ്ങളൊന്നാണ് മനുഷ്യരുടെ ഇടയിൽ എന്നെ പോലത്തെ ഒരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ സ്തോത്രം ക്ഷണിക്കപ്പെട്ടവനായിട്ടോ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലോ ഇതുപോലെ ദൂരത്തുനിന്നും ചാരത്തുനിന്നും തടിച്ചുകൂടി വന്നിരിക്കുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് മാനസിക സൗഖ്യത്തിനും ദൈവിക വിടുതലിനും വേണ്ടി ജന്മദേശം വിട്ട് തിരുവല്ല പോലെ പട്ടണത്തിൽ എനിക്കറിയാം ലോഡ്ജിലോ ഹോട്ടലിലോ താമസിച്ചുകൊണ്ട് ഇതുപോലത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ എന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ നിന്ന് 1 മണിക്കൂർ പ്രസംഗിച്ചാൽ ഈ തകർന്നിരിക്കുന്ന മനുഷ്യന് ഈ 1 മണിക്കൂറത്തെ പ്രസംഗം കൊണ്ട് എന്ത് കിട്ടുമെന്നുള്ള ചോദ്യം എന്നെ ഒരുപാട് ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ആ ചോദ്യത്തിൻ്റെ ഒക്കെ മറുപടി ഈ വേദപുസ്തകമാണ് എനിക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എനിക്ക് ഉറപ്പുണ്ട്, വചനത്തിൻ്റെ ശക്തി നിങ്ങളെ കയറി പിടിച്ചാൽ തിരിച്ചു പോകുന്നത് വന്നതുപോലെ ആയിരിക്കത്തില്ല. സ്തോത്രം. അനേക വാക്യങ്ങൾ എൻ്റെ അകത്ത് വചനത്തിന് വിശ്വസിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മേൽ, വിശ്വാസമുള്ള ഒരു സഭയുടെ മേൽ, തകർന്നിരിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ അടുത്ത ലെവലിലേക്ക് ഉയരാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ, അവരുടെ മേൽ ഒരു അഭിഷിക്തന്റെ മേൽ വചനത്തിന് എത്ര ശക്തിയോടെ ഇടപെടാൻ കഴിയുമെന്ന് ഞാനല്ല ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. ഞാൻ പറയാമെന്നൊരു വാക്യം ഞാൻ പറയാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ്, വചന കേന്ദ്രീകൃതമായ വാക്യമാണ്. സ്തോത്രം. ആ വാക്യം ഞാൻ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ സ്തോത്രം എഴുതി കൊടുത്തില്ല, എങ്കിലും എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്ന വാക്യം വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് വായിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്ക് കുറിവാക്യത്തിലേക്ക് കിടക്കാം. 19-20 അപ്പോസ്തല പ്രവൃത്തി. അതല്ല നമ്മുടെ കുറിവാക്യം, എങ്കിലും ഒരു തുടക്കം കുറിക്കാൻ ആ വാക്യം ഒന്ന് വായിച്ചേക്കുക. ഇങ്ങനെ കർത്താവിന്റെ വചനം കേട്ടോളുക. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഇതൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്തോത്രം ഒരു വാക്യമാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ടാഗ് ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം ഒരു ഷോപ്പിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനത്തിൽ അവരുടെ പ്രൈസോ കമ്പനിയുടെ സ്തോത്രം ആ ട്രേഡ് മാർക്കൊക്കെ ഒരു നൂലിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ഈ വാക്യം ഒരു സംഭവത്തിൻ്റെ കൺക്ലൂഷനാണ്. ആ ഒരു പാരഗ്രാഫിൻ്റെ, അതല്ലെങ്കിൽ അതിൻ്റെ പുറകോട്ട് എഴുതപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളുടെ ഒരു ഉപസംഹാര വാക്യമായിട്ടാണ് ആ പാരഗ്രാഫിനകത്ത് ആ വാക്യം കിടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് കിടക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംഭവം അവസാനിപ്പിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുന്നത്. സ്തോത്രം. ആ വാക്യത്തെ ആ പറയപ്പെട്ടു വന്ന കാര്യങ്ങളുടെ ഒരു സമാപന വാക്കായിട്ട്, ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വേദപുസ്തകം നന്നായി പരിശോധിച്ചാൽ കുറിച്ചു വെച്ച് പിന്നീട് റിസർച്ച് ചെയ്യുന്നത് പോലെ കണ്ടെത്തി ഒരു പഠന വിഷയമാക്കാനോ ജനങ്ങളെ ബോധിപ്പിക്കാനോ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 1-2 വാക്കുകൾ ഞാൻ പറഞ്ഞു പോകാം. ബൈബിളിൽ പല കാര്യങ്ങൾക്കും ബൈബിൾ കൊടുക്കുന്ന ഒരു കൺക്ലൂഷനുണ്ട്. വളരെ ഭംഗിയായി, വളരെ അലങ്കൃതമായി ഒരു സംഭവം അവസാനിക്കുമ്പോൾ ബൈബിൾ കൊടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കൺക്ലൂഷൻ. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. 4 ആളുകൾ കൂടി ഒരു മനുഷ്യനെ സ്തോത്രം കട്ടിലിൽ ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടി ചെന്നൊരു സംഭവം നിങ്ങൾക്കറിയാം. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച സംഭവം. സ്തോത്രം. ആ സംഭവം എഴുതിയിരിക്കുന്നത് മത്തായി എഴുതിയിട്ടുണ്ട്, മർക്കോസ് എഴുതിയിട്ടുണ്ട്, ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് നല്ലൊരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരൻ സ്തോത്രം അത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, 4 ആളുകൾ കൂടി ഒരു മനുഷ്യനെ
ചുവന്നുകൊണ്ട് ചെന്ന് അവിടെ ചില സംഭവങ്ങൾ നടന്നു, വിമർശനങ്ങൾ നടന്നു, അതിന് മറുപടി കൊടുത്തു, കർത്താവിൻ്റെ പാവം മോചിപ്പിച്ചു. എന്നിട്ട് അവനോട് കിടക്കയിടത്തോട് നടക്കാൻ പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായിട്ട് അവൻ തിരിച്ച് നടന്നുപോയി. അത്രയും കാര്യങ്ങൾക്ക് ശേഷം ലൂക്കോസ് അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ വലിയ സംഭവത്തെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇന്നു നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ദൈവം ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നൊരു രീതിയുണ്ട്, വളരെ ഭംഗിയായി. സ്തോത്രം. ഈ രാത്രി ഞാനത് പറയുമ്പോൾ നിങ്ങൾ ചിലരോട് ദൂതായി പറയാം, ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ചില വിഷയങ്ങൾ സ്വർഗത്തിൽ ദൈവം കൺക്ലൂഡ് ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറിവാക്യം വായിച്ചിട്ട് നിങ്ങളുടെ അടുക്കൽ വന്ന്, അങ്ങനെ ഒരു കൃപ എനിക്കില്ല കേട്ടോ, നിങ്ങളുടെ പേര് വിളിച്ചോ തലേ കൈവച്ചോ ഇത് നിന്നോടാന്ന് പറയാനുള്ള കൃപയില്ല. ഈ വരുന്ന വഴിക്ക് സ്പോഞ്ച് വെള്ളം ഒപ്പിയെടുക്കുന്ന പോലെ പിടിക്കാൻ പറ്റുന്നവർക്ക് അത് അവരവർക്കുള്ള ദൂതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്, സ്വർഗസ്ഥനായ ദൈവം ഇന്ന് രാത്രി ഈ യോഗത്തിൽ വരാൻ ഭാഗ്യം ലഭിച്ചവർക്കോ ഓൺലൈനിൽ കേൾക്കുന്നവർക്കോ വേണ്ടി പറയാം, ഈ പ്രാർത്ഥന നിശ്ചയിക്കപ്പെട്ട സമയത്ത് തീരുന്നതിനേക്കാൾ മുമ്പ് സ്വർഗസ്ഥ ദൈവം നിന്റെ ജീവിതത്തിലെ ചില വിഷയങ്ങളെ കൺക്ലൂഡ് ചെയ്യും. നിന്റെ വീട്ടിലെ ചില വിഷയങ്ങൾ, നിന്റെ തലമുറയുടെ ചില വിഷയങ്ങൾ, നിന്റെ ശരീരത്തിലെ ഭാരങ്ങൾ, നിന്റെ കുടുംബത്തിലെ സാമ്പത്തിക മേഖലയിലെ ശുശ്രൂഷാ തലത്തിലെ ചില വിഷയങ്ങളെ സർവശക്തനായ ദൈവം ഉപസംഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെല്ലാം കൺക്ലൂഡ് ചെയ്യാൻ അറിയാം. വിമർശനങ്ങളില്ലാതെ അതിഭംഗിയായി അങ്ങനെ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോട് പ്രതികരിക്കുന്നവർ നിങ്ങളൊരു 10 സെക്കൻഡ് എടുത്തുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ ആ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നിങ്ങൾ ബൈബിളിനിടയിൽ എഴുതി വെച്ചിരിക്കുന്നതോ, അതെയോ സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥനാ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നതോ, കഴിഞ്ഞ 5 കൊല്ലമായി നീ ചുമക്കുന്ന വിഷയത്തിന് ഈ 15ാമത്തെ രാത്രി ഒരു ഉപസംഹാരം പരിശുദ്ധാത്മാവ് ഉണ്ടാക്കുമെന്ന് നിങ്ങളുടെ ഞാൻ പറഞ്ഞ അത് അതുപോലെ സ്വീകരിപ്പാൻ വിശ്വസിക്കാൻ ഉപവസിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ തിരുകടന്ന് വിശ്വസിച്ചോ. ദൈവം അത് ചെയ്യട്ടെ, ദൈവം അത് ചെയ്യട്ടെ, ദൈവം അത് ചെയ്യട്ടെ. ആദ്യത്തെ ദൂത് ഞാൻ പറയുകയാണ്, ഈ യോഗത്തിൽ ചില കാര്യങ്ങളുടെ കൺക്ലൂഷൻ ഉണ്ടാകും. നിന്റെ വീട്ടിലെ വിഷയങ്ങൾ, ചില സ്വത്ര തീരാതെ വണ്ണം ഹല്ലേലൂയ കുരുങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ, കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ, മരുന്നിൽ നിന്ന് മരുന്നിലേക്ക് മാറാൻ, ചെക്കപ്പിൽ നിന്ന് ചെക്കപ്പിലേക്ക്, ടെസ്റ്റുകളിൽ നിന്ന് ടെസ്റ്റുകളിലേക്ക്, ഒരാശുപത്രിയിൽ നിന്ന് അതിനേക്കാൾ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് നീങ്ങി പോകാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളെ സഭ ഉപവസിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം ഉപസംഹരിച്ചു തന്നാൽ, അവസാനിപ്പിച്ചു തന്നാൽ അതിന്റെ നേട്ടം സഭയ്ക്കാണ്, ഇവിടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കാണ്. ഇതൊന്നും ബാധകമല്ലാത്തവർ അടുത്ത ദൂതനായി കാത്തിരിക്കട്ടെ. അതല്ലാത്തവർ എന്റെ ജീവിതത്തിൽ പരീക്ഷ എഴുതി എന്റെ കുഞ്ഞു കുഴയുകയാണ്, ടെസ്റ്റുകൾക്ക് വിധേയപ്പെട്ട് ഇന്റർവ്യൂകളിൽ അറ്റൻഡ് ചെയ്ത് പ്രായം കവിയുകയാണ്, ഇതിനൊരു കൺക്ലൂഷൻ ഇല്ലേ ദൈവമേ, ഇതിനൊരു അവസാനമില്ലേ, ഇത് തീരത്തില്ലേ എന്ന് ചോദിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങിയത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിപ്പിടം മറന്ന് ആത്മബലത്തോടെ ആ ദൂത് വേറൊരിടത്തേക്കും പോകരുത്. വിശ്വസിക്കുക, ഈ സഭയ്ക്കകത്ത് തന്നെ വിടുതലായി മാറട്ടെ. നന്ദിയോടെ എല്ലാ അമ്മമാരും എല്ലാ പിതാക്കന്മാരും എല്ലാ കർത്തൃദാസന്മാരും വിശ്വസിച്ചുകൊണ്ട് പറ, എന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ട്, ചിലരുടെ അതിര് കടന്ന് പറ, ഞാനുമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ട്, ഇതൊന്ന് അവസാനിക്കണമെന്ന് ഈ പ്രാർത്ഥനയിൽ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറന്ന് ഇതും വെച്ചോണ്ട് മുന്നോട്ട് പോകാതെ ചില വിഷയങ്ങൾ, ചില ഇടപാടുകൾ, ചില കടഭാരങ്ങൾ, ചില തീർത്താലും തീരാത്ത വിഷയങ്ങൾ, ചില ടക്കുകളായി നിൽക്കുന്ന ചില പ്രതിസന്ധികൾ, ചിലപ്പോൾ കൂടപ്പുറപ്പിനോടോ, ചിലപ്പോൾ രക്തബന്ധത്തോടോ, ചിലപ്പോൾ കൂട്ടവിശ്വാസിയോടോ ഒക്കെ ആയിരിക്കും. ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാകണം.
എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചോ. ഞാൻ ഹല്ലേലൂയ ഈ ആമുഖ സമയത്ത് ഹൃദയത്തിൽ വിശ്വസിക്കും. ഞാൻ ഉള്ളതുപോലെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യും. ഞാൻ ഇന്ന് രാത്രി പറയാം, എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ശുശ്രൂഷിക്കുന്നത് എന്തിനാണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യമാക്കി തന്നു. ഒറ്റ ഉദ്ദേശമേ കാണത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ജനത്തിന്, അതല്ലെങ്കിൽ ഓൺലൈനിൽ തിരുവല്ല പ്രയർ സെന്ററിന്റെ ശുശ്രൂഷയിൽ നിരന്തരമായി പങ്കെടുക്കുന്നവർക്ക് ദൈവം വാക്ക് തരുന്നു. സ്വർഗം ചില കാര്യങ്ങൾ ഈ പ്രാർത്ഥന കർത്തൃമേശയോടുകൂടി തീരുന്നതിനേക്കാൾ മുമ്പ് ചിലർക്ക് തീർക്കാൻ ആഗ്രഹമില്ലാത്ത വിഷയങ്ങൾ സ്വർഗം തീർത്തു തരും. ദൈവം തീർത്തു തരും. ദൈവം തീർത്തു തരും. അത് തീരണം. തീരണം. അഴിയാ കുരുക്ക് പോലെ കിടക്കുന്നത് തീരണം. അന്യഭാഷയിൽ ദൈവസഭയെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ കഴിവിന്റെ പരമാവധി യേശുവിന്റെ നാമത്തിൽ നീ തലകുനിയാൻ തുടങ്ങിയിട്ട് വർഷം 7 or 8 കഴിഞ്ഞു കാണും. ഒന്നിനു പുറകെ ഒന്നായി കയറി വരുന്ന വലിയ വിഷയങ്ങൾ ഇന്ന് രാത്രികാലം അതിന്റെ ഒരു പര്യവസാന ഘട്ടത്തിലേക്ക്, അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്നു. ഏറ്റെടുത്ത് നന്ദി പറ. ആരോടും പറയാതെ നിന്റെ മകനെ അകത്ത് വെച്ച് മറ്റാരും അറിയല്ലേ എന്ന് ഓർത്ത് ഒതുക്കി കൊണ്ടു നടക്കുന്ന വിഷയങ്ങൾക്ക് പോലും ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സങ്കടം അറിയുന്ന ദൈവം പറയുന്നു, ആ കാര്യത്തിനൊരു നീക്കുപോക്കുണ്ടാക്കും. ആ വലിയ വിഷയത്തിന് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കും. ഇവനെ എന്ത് ചെയ്യുമെന്നോർത്ത് ആരോടും പറയാതെ വിങ്ങുന്ന ഹൃദയങ്ങൾ ഇതിനകത്തുണ്ട്. അവരോട് ദൈവത്തിന്റെ വെളിപ്പാടിൽ പറയുന്നു, കൺക്ലൂഷൻ ഉണ്ടാകും. ഉണ്ടാകും, ഉണ്ടാകും, ഉണ്ടാകും. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നത് ഇനി എൻ്റെ മൈൻഡ് ഹല്ലേലൂയ വേറൊന്നിനും ഉടക്കി നിൽക്കുകയില്ല. എന്നോട് കർത്താവ് ഉറപ്പ് തരുന്നു, നീ പ്രസംഗിക്ക്, ഞാൻ ചില വിഷയങ്ങൾ അവസാനിപ്പിക്കാം, ഞാൻ ചില വിഷയങ്ങൾ തീർത്തു കൊടുക്കാം എന്ന് ദൈവ ശബ്ദം എൻ്റെ കാതിൽ കേട്ടുകൊണ്ട് പറയുന്നു. സ്വർഗം ചിലത് തീർക്കാൻ പോകുകയാ. ദൈവം ചിലത് തീർക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പലർക്കും തീർക്കണമെന്ന് ആഗ്രഹമില്ല. നിന്റെ എതിരെ നിൽക്കുന്നവർക്ക്, നിന്റെ കൂടപ്പറപ്പുകൾക്ക് അതിങ്ങനെ വലിയട്ടെ, നീ ഇങ്ങനെ ചുമന്ന് ചുമന്ന് കുഴയട്ടെ എന്നോർത്ത് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മനിറവോടെ ചിലരങ്ങ് രക്ഷപ്പെടട്ടെ. ആത്മശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്ത് കാര്യങ്ങൾ ദൈവം അവസാനിപ്പിച്ചാൽ അതിനൊരു അന്തസ്സുണ്ട് ബ്രദറെ. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്കറിയാം, നമുക്കറിയാം. ഹല്ലേലൂയ. തിരുവല്ല കോടതി അവസാനിപ്പിച്ച കേസ് എറണാകുളം കോടതി കുത്തിപ്പോക്കും. തിരുവല്ലയിലെ ഒരു ആശുപത്രിയിൽ അവസാനിച്ചെന്ന് പറഞ്ഞ കേസ് മറ്റൊരിടത്ത് പൊങ്ങും. എന്നാൽ എന്റെ ദൈവം അവസാനിപ്പിക്കുന്ന വിഷയം ഇനി ആര് കുത്തിപ്പൊക്കാൻ നോക്കിയാലും, ആരുന്തിത്തള്ളാൻ നോക്കിയാലും അതിന് പൊങ്ങത്തില്ല എന്ന് യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. സമുദ്രത്തിന്റെ അടിയിലേക്ക് ദൈവം ചിലത് എറിഞ്ഞു കളയുന്നു. ഇനി അത് പൊങ്ങി വരികയല്ല. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ വാക്യത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയാം. സ്തോത്രം. അതിന്റെ മുകളിലെ ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പൗലോസ് അപ്പോസ്തലൻ ആസിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ വചനം പ്രസംഗിക്കുന്നതിന് അവിടെ എതിർപ്പുണ്ടായി. പൗലോസ് സ്തോത്രം ഹല്ലേലൂയ ആത്മീക കാഴ്ചപ്പാടുള്ളവനായിരിക്കും. പ്രശ്നത്തിന് പോകാതെ പ്രസംഗം വിലക്കിയപ്പോൾ തുറന്നോസിന്റെ പാഠശാല എടുത്ത് അവിടെ ഒരു മേശയിട്ട് ഒരു കസേരയിട്ട് വരുന്നവരെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെയാണല്ലോ ദൈവവചന നിശ്ചയമുള്ള ദൈവദാസന്മാർ, ദൈവമക്കളും അല്ലേ ഇവിടെ ഇരിക്കുന്നത്. പഠിപ്പിക്കാൻ തുടങ്ങി. 1.5 കൊല്ലത്തോടത്തോളം ആ പ്രവണത തുറന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആസിയിലുള്ള എല്ലാവരും വചനം കേൾക്കാനിടയായി. സ്തോത്രം. എന്നെ അത് ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ദൈവമായ കർത്താവ് ഒരുവനെ ഒരു സ്ഥലത്ത് നിർത്തിയാൽ അവനൊരു മേശയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി, കേൾക്കേണ്ടവനെ ദൈവം അവിടെ വിടും. സ്തോത്രം. പ്രസംഗമല്ലേ വിലക്കാൻ പറ്റിയുള്ളൂ, പക്ഷെ പൗലോസിന് വായടക്കാൻ പറ്റിയില്ലല്ലോ. എല്ലാവരും വചനം കേട്ടു.
അങ്ങനെ ആത്മാർത്ഥതയോടെ വചനത്തിന് വേണ്ടി അത് കേൾപ്പിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ച പൗലോസിനെ ദൈവം അസാധാരണ ശുശ്രൂഷകൾ കൊണ്ട് അലങ്കരിച്ചു. ആ ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്, പൗലോസിന്റെ റൂമാല് കൊണ്ടിട്ടാൽ ആളുകൾ സൗഖ്യമാകുന്ന രീതിയിലേക്ക് ശുശ്രൂഷ മാറി. എപ്പോഴും ഓർത്തോളണം, ആരെങ്കിലുമൊക്കെ നമ്മളെ തടയാനുണ്ടെങ്കിൽ അവിടെ ദൈവം പുതിയ കൃപകൾ തരാനിടയാകും. സ്തോത്രം. ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ, ചിലപ്പോൾ പ്രസംഗത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ പോയിന്റുകൾ 5 കിട്ടും. പക്ഷേ പുതപ്പ് വീണാൽ വിടുതൽ കിട്ടുന്ന ശുശ്രൂഷ കിട്ടാൻ സാധ്യതയില്ല. നിന്നെ അകത്ത് ഒതുക്കാൻ ശത്രു നോക്കുമ്പോൾ ആ അകത്തെ ഇരിപ്പ് നിന്റെ കൃപയോടെ പുറത്തു കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. ആരോടോ വീണ്ടും ദൈവം തൊട്ടു പറയുന്നു, കുറച്ച് നാളുകളായി നിന്റെ വായടച്ച വിഷയം, അതിനകത്ത് ദൈവാത്മാവിൽ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വേറൊരു രീതിയിൽ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയും. അതും വിശ്വസിക്കുക. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ കണ്ടതിനപ്പുറം മറ്റൊരു രീതിയിൽ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. ആ സന്ദർഭത്തിലാണ് സ്തോത്രം മന്ത്രവാദികളായ ചില ആളുകൾ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് സ്തോത്രം അവര് ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയത്. അവിടെ ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ? അവരുടെ കയ്യിലുണ്ടാവുമല്ലോ ആരെങ്കിലുമൊക്കെ, എന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദികളായിരിക്കുന്ന ആളുകൾ അവരുടെയിലും ഏതെങ്കിലും സേവകളോ ഏതെങ്കിലും മൂർത്തികളൊക്കെ കാണുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇവരിത് നടത്തുന്നത്. അപ്പോൾ അവർ കൈവശം ഉണ്ടായിട്ടും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് യേശുവിൻ്റെ നാമം പറയണമെങ്കിൽ അതിനർത്ഥം അവരുടെ കയ്യിലിരിക്കുന്ന സാധനത്തെക്കാൾ വലുതാണ് യേശുവെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടല്ലേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നീ വിശ്വസിക്ക്. സ്തോത്രം. പലർക്കും മനസ്സിലാകും അവരുടെ കയ്യിലിരിക്കുന്ന ഈ പട്ടണത്തിൽ സ്തോത്രം പിന്നാമ്പുറങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന പലരുടെ കയ്യിലിരിക്കുന്ന സാധനത്തെക്കാൾ വലിയവനാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവെന്ന് മന്ത്രവാദികൾക്ക് മനസ്സിലായത് കൊണ്ടല്ലേ യേശുവിന്റെ നാമം പറഞ്ഞത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം പറഞ്ഞൊരു പ്രശ്നമുണ്ട്. യേശുവിന്റെ നാമം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയല്ല. കെമിസ്ട്രി ലാബിൽ കയറിയിട്ട് ആര് വേണമെങ്കിലും 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനും കൂടി ലാബോറട്ടറിയിലെ ഒരു ട്യൂബിനകത്ത് 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനും കൂടെ അത് ആര് ചേർത്താലും വെള്ളമാകും. അതാണല്ലോ കെമിസ്ട്രി. സ്തോത്രം. ആര് ചേർത്താലും. അതിനിപ്പുറത്തന്നെ ബേക്കുട്ടിച്ചാനെ പോലെ ദാടിയുള്ള ഒരാൾ വേണമെന്നില്ല. സ്തോത്രം. എന്നെ പോലെ ക്ലീൻ ഷേവ് ചെയ്ത ആൾ വേണമെന്നില്ല. അതിന് സ്തോത്രം ഇന്ന ആൾ വേണമെന്നില്ല. ക്രിസ്ത്യാനി ആയിരിക്കണമെന്നില്ല, സ്ത്രീ ആയിരിക്കണമെന്നില്ല, പുരുഷനായിരിക്കണമെന്നില്ല. ആനുപാതികമായിട്ട് ആര് ചേർത്താലും കെമിസ്ട്രിയിൽ എലമെന്റുകൾ ഒത്താൽ വെള്ളം ഉണ്ടാവും. പക്ഷെ ദൈവസഭയ്ക്കകത്ത് യേശുവിൻ്റെ നാമം ആരുപയോഗിച്ചാലും ചലിക്കുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ആ നാമം ഉപയോഗിക്കാനുള്ള അധികാരം, അത് ഉപയോഗിക്കാനുള്ള അംഗീകാരം, അതിൻ്റെ യോഗ്യത, ഇതെല്ലാം കൂടി ചേർന്നെങ്കിലേ യേശുവിൻ്റെ നാമം ഉപയോഗിച്ചാൽ അത് ഫലകരമായി തീരുകയുള്ളൂ. ഇതറിയാത്ത അവരുപയോഗിച്ചു. സംഭവിച്ചത് തിരിച്ചടിയായിരുന്നു. നിങ്ങൾക്ക് ആ സംഭവം അറിയാം. സ്തോത്രം. ദുരാത്മാക്കൾ അവരുടെ മേൽ ചാടി വീണു. അവർ വീട് വിട്ട് നഗ്നരായി ഓടേണ്ട വന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ പട്ടണത്തിൽ മറ്റൊരു സംഭവം നടന്നു. ഈ 3-4 പേര് പ്രത്യക്ഷത്തിൽ വന്ന് ചെയ്തു. പക്ഷേ ആ പട്ടണത്തിൽ മന്ത്രവാദം നടത്തിപ്പോന്ന വേറെ ഒത്തിരി പേരുണ്ടായിരുന്നു. ആ പാരഗ്രാഫിനകത്തുണ്ട്. അവരെന്ത് ചെയ്തു? അവരുടെ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് സ്തോത്രം ക്ഷുദ്രം പ്രയോഗം നടത്തിക്കൊണ്ടിരുന്നവർ ആ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞു. അസാധാരണമായിരിക്കുന്ന ഒരു ഉണർവ് ആ പട്ടണത്തിൽ നടന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇത്ര വലിയൊരു ഉണർവിൻ്റെ, ഇത്ര വലിയ ദൈവപ്രവൃത്തിയുടെ കൺക്ലൂഷനാണ് എഴുതിയത്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അയ്യോ, ഞാൻ ഓർക്കുമായിരുന്നു കർത്തൃദാസന്മാരെ, ആ ഭാഗത്തിന് കൺക്ലൂഷൻ കൊടുക്കാൻ മലയാളി ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതായിരുന്നു. പൗലോസിനെ ഇതുപോലെ അങ്ങ് ഉപയോഗിച്ചിട്ടില്ലാതെ വേണം ഉപയോഗിച്ചു എന്നും പറഞ്ഞൊരു കുത്തിട്ടായിരുന്നെങ്കിൽ കൺക്ലൂഷൻ ആയേനെ. അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അതല്ലെങ്കിൽ ഈ അഭിഷിക്തനെ ദൈവമായ കർത്താവ് ഇത്ര എന്തെല്ലാം എഴുതായിരുന്നു. പക്ഷേ ഇത്ര വലിയ സംഭവങ്ങൾ നടന്നിട്ട്
അതിന് ഒരു കുത്തിട്ട് അവസാനിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് സ്തോത്രം കൃപയോ കൃപാവരമോ ശുശ്രൂഷകനൊന്നുമല്ല. അവിടെ ദൈവാത്മാവ് ഉയർത്തിക്കൊണ്ട് നിർത്തിയത് ഇങ്ങനെ ദൈവത്തിന്റെ വചനം ആ നാട്ടിൽ മുഴുവൻ പരന്നു എന്നാണ്. ഹല്ലേലൂയ. ഇത്ര വലിയ സംഭവങ്ങൾ നടന്നിട്ടും ദൈവാത്മാവ് വചനത്തെയാണ് ഉയർത്തിയത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് രാത്രി ദൈവമക്കൾക്ക് വരാൻ പറ്റുമോ? എന്തൊക്കെ നടന്നാലും ഉയരേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഉയരേണ്ടത്, അവസാനം ഉയർന്നു നിൽക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. 21 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ പ്രയർ സെന്റർ കുത്തിട്ട് അവസാനിപ്പിക്കേണ്ടത് ദൈവത്തിന്റെ വചനം ഒരു സിംഹത്തെ പോലെ പ്രവർത്തിച്ചു 21 ദിവസങ്ങളിൽ. ഹല്ലേലൂയ. മലയാള പരിഭാഷയ്ക്കകത്ത് അതിസുന്ദരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് പര്യായ പദങ്ങളുള്ള ഭാഷയാണ് നമ്മുടെ ഭാഷ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പരന്ന് പ്രബലപ്പെട്ടു എന്നൊക്കെ പല വാക്കുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ പ്രധാന ഭാഷയ്ക്കകത്ത് ആ സംഭവത്തിന് ഒരൊറ്റ വാക്കുള്ളൂ. എനിക്ക് ആ വാക്കൊന്നും പറയാൻ അത്ര ത്രാണിയില്ല. എങ്കിലും ഒരു അന്വേഷകൻ എന്ന നിലയ്ക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി സ്തോത്രം നമ്മുടെ ഭാഷയിലേക്ക് ഞാൻ പറഞ്ഞ് അതിനെ അവസാനിപ്പിച്ച് കുറിവാക്യത്തിലേക്ക് വരാം. ആ വാക്യത്തെ ഇത്രയും ഭംഗിയായിട്ട് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് അവസാനിപ്പിച്ചു. മറ്റ് വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ ഭാഷയിൽ ഒറ്റ വാക്കുള്ളൂ. ഇങ്ങനെയാണ് ആ വാക്ക് പുരാതന ഗ്രീക്കിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പലതിനെയും കീഴ്പ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കൈ നിട്ടതല്ല, അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിക്കണം. ഇവിടെ മലയാളത്തിൽ പരന്ന് പ്രബലപ്പെട്ടു എന്നാണ്. പക്ഷേ ആ വാക്കിന് കൊടുത്തിരിക്കുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ വചനം പലതിനെയും കീഴ്പ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാല ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും പീക്ക് ടൈമിലേക്ക് കയറുന്ന ഈ 15-ാം രാത്രി വിശ്വസിക്കണം, ഞാൻ വിശ്വസിക്കുന്ന വചനത്തിന് ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ട്. പട്ടണത്തിൽ വ്യാപരിക്കുന്ന, കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന, ശരീരത്തിൽ വ്യാപരിക്കുന്ന, തലമുറയിൽ വ്യാപരിക്കുന്ന, നിന്റെ ബിസിനസിന്റെ മേൽ വ്യാപരിക്കുന്ന, സഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന, ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും അതിന്റെ മീതെ ഞാൻ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ കർത്തൃദാസന്മാർ മാറി മാറി പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഈ ആഴ്ച നടക്കാൻ പോകുന്നത് വചനം ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പുൽപ്പിറ്റിൽ നിന്ന് ആത്മാവിൽ അനുഗ്രഹിച്ചു പറയുകയാണ്. നാളെ മുതൽ നടക്കുന്ന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വചനം ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ സത്യം അറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ വിശ്വസിച്ചേറ്റെടുക്കാൻ തയ്യാറായാൽ രോഗങ്ങളെ വചനം കീഴ്പ്പെടുത്തു, പാപത്തെ വചനം കീഴ്പ്പെടുത്തു, പാരമ്പര്യത്തെ വചനം കീഴ്പ്പെടുത്തു, ചിന്തകളെ വചനം കീഴ്പ്പെടുത്തു, ദുർസ്വഭാവത്തെ കീഴ്പ്പെടുത്തു, ആഭിചാരത്തെ കീഴ്പ്പെടുത്തു, ക്ഷുദ്രക്രിയകളെ കീഴ്പ്പെടുത്തു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ വചനം കീഴ്പ്പെടുത്തും. വിശ്വസിച്ചുകൊണ്ട് പറ, കർത്താവേ ഞങ്ങളുടെ ചില വിഷയങ്ങളെ എന്റെ ദൈവത്തിന്റെ വചനം കീഴ്പ്പെടുത്തണം. അടങ്ങിയിരിക്കേണ്ട രാത്രി അല്ലിത്. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ദൈവം അത് ചെയ്തു തുടങ്ങുകയാണ്. വചനം ചില വിഷയങ്ങളെ അങ്ങകലെ ആശയിൽ എഫേസോസിൽ കീഴ്പ്പെടുത്തിയതുപോലെ പ്രയർ സെന്ററിന് വേണ്ടി തിരുവല്ലായിൽ വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ, ദുഷ്ടാത്മസേനകൾ, നിന്റെ വീടിരിക്കുന്ന ദേശം എനിക്കറിയില്ല, പക്ഷെ സ്വർഗം എന്നോട് പറയുന്നു ആത്മമണ്ഡലത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ടാത്മസേനയുടെ സിംഹാസനങ്ങൾ, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുർശക്തികളുടെ സകല പിടികളും യേശുവിന്റെ നാമത്തിൽ പത്തനംതിട്ട ജില്ലയുടെ കണ്ണായ സ്ഥലത്ത് ഈ ഉപവാസം നടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തെയും ദൈവസഭയുടെ ശുശ്രൂഷയെയും കർത്തൃദാസന്മാരെയും അഭിഷേകത്തെയും വചനത്തെയും വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ പറയുന്നു, സ്വർഗം ചിലത് വചനം കൊണ്ട് കീഴ്പ്പെടുത്തും.
നന്ദിയോടെ 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 വിശ്വസിക്ക്. ശരീരത്തിൽ കയറി ഇറങ്ങി നിൽക്കുന്ന സകല രോഗശക്തികളെയും നിന്റെ കയ്യിൽ നീ കൊണ്ടുവന്ന വചനം അതിവിടെ അപ്പം നുറുക്കുന്നത് പോലെ നുറുക്കാൻ തുടങ്ങുകയാ. കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അതരം അടച്ചു വെക്കാതെ ആത്മബലത്തോടെ പറ, എന്റെ വീട്ടിൽ ചിലതിനെ കീഴ്പ്പെടുത്താൻ ഉണ്ട് ഉണ്ട് ഉണ്ട്, അതിവിടെ തുടങ്ങട്ടെ. ഈ രാത്രി തുടർന്നുള്ള സമയം യേശുവിന്റെ നാമത്തിൽ സ്വർഗം അത് ചെയ്തേ മതിയാകൂ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അടുത്ത ഞായറാഴ്ച ഈ സമയമാകുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം തന്നെ വചനമയച്ച് കീഴ്പ്പെടുത്തും കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ. അതങ്ങനെ പറഞ്ഞപ്പോൾ അധികം വിശ്വാസമൊന്നും വരാതെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ച് എൻ്റെ വാക്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ 2000 വർഷമായി ദൈവസഭ പാൽപ്പൊടിയും പയറും കൊടുത്താണോ കീഴ്പ്പെടുത്തിയ ആൾക്കാരെ കൂട്ടിയത്? സ്തോത്രം. അതെയോ കൺകെട്ടും മാജിക്കും കൊണ്ടാണോ? അല്ലല്ലോ. ഒരു സഭ ഇവിടെ നട്ടു വളർന്നതും ജനം ഇവിടെ വന്നതെല്ലാം വചനം പലതിനെയും കീഴ്പ്പെടുത്തിയത് കൊണ്ടാണ്. സ്തോത്രം. അങ്ങനെ സഭ വളരുള്ളൂ, അങ്ങനെ വിടുതലുണ്ടാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം കേട്ടോളണം, ഇതൊരു പുതിയ തോട്ട്സ് ഒന്നുമല്ല. ഷാജി പാസ്റ്റർ വന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞൊരു സംഭവമൊന്നുമല്ല. മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്ക്. ഇന്ന് വരെയും പലതിനെയും കീഴ്പ്പെടുത്തിയത്, മദ്യപാനിയെ മനുഷ്യനാക്കിയത്, മാരക രോഗത്തിൽ നിന്ന് വിടുവിച്ചത് ഒരു മനുഷ്യന്റെ സിദ്ധി കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. എവിടെ വചനം പ്രസംഗിക്കും അതിന് ഇത്രയും സിസ്റ്റം ഒന്നും വേണ്ട. ഈ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരൊറ്റയാനെ പോലെ ഒരു ഹാൻഡ് മൈക്ക് പോലും ഇല്ലാതെ പ്രസംഗിച്ചാലും ദൈവത്തിന്റെ വചനത്തിന് ചിലരെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് തെളിയിച്ച പട്ടണമാണ് തിരുവല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഇത്ര പ്രൗഢമായൊരു യോഗം നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്തണം. ഒരൊറ്റ വാക്കിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഒറ്റ വാക്കിൽ എല്ലാ കണ്ണും അടച്ചാൽ. ഇതൊരു പ്രോട്ടോക്കോളോ ഫോർമാലിറ്റിയോ ഒരു സ്ഥിരം ശൈലിയായിട്ടൊന്നും കരുതരുത്. ഈ രാത്രി അന്തരീക്ഷം അങ്ങനെ വന്നതുകൊണ്ട് മാത്രം ഞാൻ നിർബന്ധിക്കുകയാണ്. ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങ് പുറകിൽ അറ്റത്തിരിക്കുന്ന ദൈവദാസന്മാർ മുതൽ ഇങ്ങേ അറ്റം വരെ ഇന്ന് രാത്രിക്കാലം ഇരിക്കുന്നവർ 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഒന്ന്, ദൈവത്തിന് ചില വിഷയങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. പ്രബുദ്ധരായ ദൈവമക്കൾക്ക് ആ ഭാഗം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കർത്താവിനോട് പറ, കർത്താവെ ഇവിടെ നിന്ന് മേടിച്ച് അവിടേക്ക് കൊടുത്ത്, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുത്ത്, ഇങ്ങനെ ഞാനത് ചുമക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കർത്താവെ. പ്രയർ സെൻറ്ററിലെ എല്ലാ പ്രാർത്ഥനയിലും ഞാനുണ്ട്. പക്ഷെ ചില വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു പര്യവസാനം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇന്ന് പ്രസംഗിക്കാൻ വന്ന ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, സ്തോത്രം, ചില കാര്യങ്ങൾ കർത്താവ് കൺക്ലൂഡ് ചെയ്യുമെന്ന്. ഞാനത് അതുപോലെ ഏറ്റെടുക്കുക എന്ന് പറയുന്നവർ മാത്രം, നിങ്ങളുടെ അപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളാണെങ്കിൽ ആ വാക്കിനെ അങ്ങ് മുറുകെ പിടിക്കുക. നിങ്ങൾ രാത്രി പ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയിലും അത് തന്നെ പറ്റുമെങ്കിൽ 2-3 ദിവസം പ്രാർത്ഥിക്കുക. എനിക്ക് ചില വിഷയത്തിൽ നിന്ന് തലയൂരണം, ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. സ്തോത്രം. ഇന്ന് ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല. പിന്നെ ഒരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂതോടെ പറയാം. പക്ഷെ ഇത് നിങ്ങൾ അവഗണിക്കരുത്. ഒന്ന്, ചില കാര്യങ്ങൾ ദൈവം കൺക്ലൂഡ് ചെയ്യും. 2, ഞാൻ കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയും. അതിന്ന് രാത്രി ഇവിടെ കീഴ്പ്പെടും, അത് സംഭവിക്കും. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രി അനേക ദൈവദാസന്മാരുടെ സ്തോത്രം കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ട് പടുത്തുയർത്തിയ മനോഹരമായ ഈ സഭയിൽ കർത്താവേ, ഉപവാസങ്ങളും പ്രാർത്ഥനകളുമെല്ലാം കൂടെ കൂടെ നടക്കുന്ന ഈ ആത്മീക കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക. ഈ 2 കാര്യങ്ങൾ 15-ാം ദിവസം മുതൽ 21-ാം ദിവസം വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ കർത്താവേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ സാക്ഷികൾ ഇതിനകത്തുണ്ടാകട്ടെ. കർത്താവ് ഇത് ചെയ്തെന്നുള്ള വിശ്വാസത്തോടെ ഈ രാത്രി ഇവിടെ പറയാൻ ദൈവം തന്ന വചനത്തിലേക്ക് കടക്കുന്നു.
പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്താട്ട് എല്ലാവരും കൂടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിച്ച് ഞാനൊരല്പം ചില കാര്യങ്ങൾ കൂടി ആത്മാവിൽ പറയാം. സ്തോത്രം. മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ചില വാക്കുകൾ, നിങ്ങൾക്കുള്ള പ്രവചന ദൂതിനേക്കാൾ മൂർച്ചയേറിയ വാക്കുകൾ ഈ പുൽപ്പിറ്റിൽ നിന്ന് ദൈവം തരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ആ വിശ്വാസത്തോടെ നിങ്ങൾ ഇരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു കേൾപ്പിക്കും. 26:7 അപ്പോസ്തല പ്രവൃത്തി വായിച്ചാട്ടെ. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. മതി, അത്രയും മതി. വാക്യത്തിലേക്ക് നിങ്ങൾ ഒന്നോടെ ശ്രദ്ധിച്ചോളുക. ആരാധന കേന്ദ്രീകൃതമായ ഒരു വാക്യമാണ്. ആ വാക്യം ഇപ്രകാരമാണ്: നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. ധന്യനായ പൗലോസ് ശ്ലീഹ തൻ്റെ വിസ്താരവേളയിൽ കോടതി സമുച്ചയത്തിനകത്ത്, നമ്മുടെ ഭാവനാത്മകമായ ചിന്തയിൽ പറഞ്ഞാൽ സ്തോത്രം, വലിയ കോടതിയിൽ ഒരു പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് വാദിഭാഗത്ത് നിൽക്കുന്ന യഹൂദന്മാരും മഹാപുരോഹിതനും പുരോഹിത വൃന്ദവും അവർ കൊണ്ടുവന്നിരിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരായിരിക്കുന്ന സ്തോത്രം അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ട്. സൂക്ഷിച്ചവിടെ വായിച്ചാൽ ഇവരെല്ലാം കാണാൻ പറ്റും. ഇവരെല്ലാവരും മറുഭാഗത്ത് നിൽക്കുമ്പോൾ പൗലോസിൻ്റെ വിസ്താര സമയത്ത് പൗലോസ് സ്തോത്രം കോടതി മധ്യത്തിൽ പറയുന്ന ഒരു വാക്യമാണത്. ഒരു സഭായോഗത്തിൽ, ഞായറാഴ്ചത്തെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ വേദിയിലോ അല്ല. തൻ്റെ ജീവൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയപ്പെടാത്ത രീതിയിൽ ഏകദേശം 2 വർഷമായി പൗലോസ് ജയിലിലാണ്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മറ്റിതര വ്യാഖ്യാന പുസ്തകങ്ങളുടെ സഹായമില്ലാതെ ചിന്തിച്ചാൽ തന്നെ കാണാൻ കഴിയുന്നു. താന് സുവിശേഷ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ യഹൂദന്മാർ തന്നെ സ്തോത്രം റോമൻ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ച്, പ്രത്യേകിച്ച് ചില പ്രമാദമായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പൗലോസിനെ കൊന്നുകളയുമെന്നുള്ള ഭീതിയുടെ നടുവിൽ പട്ടാളം കയറി പിടിച്ച് സുരക്ഷിതമായി ബന്ധൗസിലാക്കിയിരിക്കുകയാണ്. അന്നത്തെ കോടതി ഇതുപോലത്തെ വേറൊരു സമുച്ചയമല്ല. ഭരണകൂടത്തിന് തലപ്പത്തിരിക്കുന്ന അധികാരികൾ തന്നെ കേസുകൾ തീർക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് റോമൻ ഭരണകൂടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവർണർമാരാണ് അന്നത്തെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാർ. പൗലോസിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഫെലിക്സ് എന്നറിയപ്പെടുന്ന വളരെ കൂർമ്മബുദ്ധിയുള്ള ജനപ്രിയനായിരുന്ന ഒരു ഗവർണറായിരുന്നു ജഡ്ജിയായിട്ടും കോടതിയിലായിരുന്നത്. ഈ അധ്യായത്തിൻ്റെ പുറകിലുള്ള അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ സൗമ്യനായ, എത്ര വലിയ പ്രതിയോടും സൗമ്യ മനോഭാവത്തോടെ ഇടപെടുന്ന ഒരു ഗവർണർ അഥവാ ജഡ്ജി. പൗലോസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കേസ് വിളിക്കുന്ന ദിവസങ്ങളിലെല്ലാം ബൈബിളിൻ്റെ ഭാഷ തന്നെ പറഞ്ഞാൽ ഈ കേസിന് ഒരിക്കലും ഫെലിക്സ് വിധി പറയില്ല. പൗലോസിനെ കേസ് വിളിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഒരുപക്ഷെ ഏപ്രിൽ മാസം 10-ാം തീയതി പൗലോസിൻ്റെ കേസിൻ്റെ ഡേറ്റ് ആയിരിക്കും. പൗലോസ് ഫെലിക്സിന് സുപരിചിതനാണ്. അദ്ദേഹം വരും, കേസിൻ്റെ ദിവസം പ്രതിയായി വന്ന് നിൽക്കും. വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഫെലിക്സ് പറയും, നിന്റെ കേസിൻ്റെ പ്രമാദമായിരിക്കുന്ന ഫയലും അതിൻ്റെ തെളിവെല്ലാം ഇരിക്കുന്നത് ശതാധിപൻ്റെ കയ്യിലാണ്. അദ്ദേഹം മറ്റൊരു ഡ്യൂട്ടിയിൽ ഈ ദിവസങ്ങളിൽ അവധിയായിരിക്കുന്നതുകൊണ്ട് ഇന്ന് നിന്റെ കേസിൻ്റെ വിധി പറയാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഈ ലൂക്കോസിൻ്റെ എഴുത്തുഭാഷയിൽ പറഞ്ഞാൽ അവധിക്ക് വെക്കുകയാണ് എന്ന് പറഞ്ഞ്, ഒരുപക്ഷെ എൻ്റെ ഭാവന കൂടി ചേർത്ത് പറഞ്ഞാൽ ഏപ്രിൽ 10 നിന്ന് വീണ്ടും അവധി ഓഗസ്റ്റ് 10 മാറ്റിയേക്കാം. ഈ സമയത്ത് പൗലോസിനെ വീണ്ടും കയ്യാമം വെച്ച് ജയിലിലേക്ക് കൊണ്ടടയ്ക്കുന്നു. പറയപ്പെട്ട ദിവസത്തിൽ വീണ്ടും വരുമ്പോൾ അന്നെന്തെങ്കിലും മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവധി വയ്ക്കുന്നു. ഇങ്ങനെ 2 വർഷക്കാലം അവധി പറഞ്ഞ് കേസ് മാറ്റിവെച്ചു. സ്തോത്രം. 2 വർഷം പിന്നിട്ടു. 2 വർഷം പിന്നിട്ടപ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്തെന്ന് വേണം പറയാൻ. ശ്രദ്ധിച്ചു കേട്ടോളണം ആ കാര്യം. ഈ അധ്യായങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ബൈബിളിൻ്റെ ഭാഷ. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫെലിക്സിന് പിൻവാഴിയായി ഫെസ്തോസ് ഗവർണറായി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഫെലിക്സിനെ ദൈവം മാറ്റി പകരം ഫെസ്തോസിനെ ഗവർണറായി കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം വളരെ സൂക്ഷ്മ പരിശോധനയോടെ പരതി ഒരു വക്കീൽ കേസ് പഠിക്കുന്നത് പോലെ
ഈ ഭാഗം പഠിച്ചപ്പോൾ ഈ ഫെലിക്സിനെ പൗലോസ് അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. രാജശ്രീ ഫെലിക്സേ എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങ് ഈ ജനത്തിന് ദീർഘകാലമായി അധികാരിയായിരിക്കുന്നു എന്ന വിവരം എനിക്കറിയാം. നിങ്ങളുടെ വാക്കൊന്നുണ്ട്, ഞാൻ എല്ലാ വാക്കും എടുത്ത് കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, കാരണം ഓടിച്ചു തീർക്കണം ഈ സമയപരിധിക്കകത്ത്. എങ്കിലും എൻ്റെ രീതികൾ മാറ്റിയാൽ ഈ ദൂത് വെളിപ്പെട്ട് വരത്തുമില്ല. ഇത് രണ്ടിനാൾ ഞാൻ ഞരങ്ങുന്നത് കൊണ്ട് റെഫറൻസുകൾ ഞാൻ മനഃപൂർവ്വമായിട്ട് വായിക്കാതെ വിടുന്നു. നിങ്ങൾ ഇപ്പം ഇരുന്ന് വായിച്ചാൽ എൻ്റെ പ്രസംഗം നിങ്ങൾ പൊട്ടിച്ച് കളയും. ഇപ്പം ഇരുന്ന് വായിക്കരുത്, നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് വീട്ടിൽ പോയി വായിക്കണം. അറിയാൻ ആഗ്രഹിക്കുന്നവർ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. ഇപ്പം എന്നെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അനിവാര്യമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർ മാത്രം പിന്നീട് വായിക്കുക. അപ്പോൾ സ്തോത്രം. രാജശ്രീ ഫെലിക്സേ, അങ്ങ് ഈ ജനത്തിന് ദീർഘകാലമായി അധികാരിയായിരിക്കുന്നു എന്ന് എനിക്കറിയാം. അപ്പം അതിനർത്ഥം എന്താ? ട്രാൻസ്ഫർ ഇല്ലാത്ത, സ്ഥലമാറ്റമില്ലാത്ത ഒരു അധികാരിയായിരുന്നു ദീർഘകാലമായിട്ട് ഫെലിക്സ്. പക്ഷേ 2 കൊല്ലമായിട്ടൊരു ഉപദേശിയിട്ട് വലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു, ഇവൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം പൗലോസിന് ഒരു മോചനം കിട്ടിയല്ല. സ്തോത്രം. ഇതറിഞ്ഞ ദൈവം, അയാൾക്ക് എന്തു പറ്റിയെന്നറിയില്ല, ചരിത്രത്തിൽ എഴുതിയിട്ടില്ല, വ്യാഖ്യാതാക്കളും ആ കാര്യത്തിൽ സൈലൻ്റ് ആണ്. പക്ഷെ എന്താണെങ്കിലും സ്ഥലമാറ്റമാണോ അതെയോ കാലം ചെയ്തതാണോ നമുക്കറിയില്ല. എന്താണെങ്കിലും 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വർഗം ഒരു നടപടിയെടുത്തു. ഞാൻ നിങ്ങളോട് പറയാം, എന്നേ തീരേണ്ട പല വിഷയങ്ങളും ഞാൻ ആദ്യം ഓർപ്പിച്ചതിനോട് ചേർത്ത് വെച്ച് പറയുക. മനഃപൂർവമായി തീർക്കാതെ അവധി വെച്ച് ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസത്തിൽ സ്വർഗത്തിലെ ദൈവം അത് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ദൈവാത്മാവ് ഇന്ന് രാത്രികാലം മടിക്കുന്നില്ല. സ്തോത്രം. ഞാനൊരു ന്യായവിധിയുടെ ദൂതല്ല ഈ പറയുന്നത്, പക്ഷെ ദൈവം പറയുന്നു, ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും കണ്ണുനീരിന് സ്വർഗം വില കൊടുക്കും. അവന്റെ കാത്തിരിപ്പിനൊരു വിരാമമുണ്ടാകും. എന്നും അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗം തീരുമാനിച്ചു ഒരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റത്തിന്റെ വെളിച്ചത്തിൽ ഫെലിക്സിനെ മാറ്റി ദൈവം ഫെസ്തോസിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? ഞാൻ വിശദമായി അതൊരു ആരാധനയിലേക്ക് കൊണ്ടുപോയാൽ അങ്ങനെയാണ് ഒരു വിഷയത്തിന് വിടുതൽ ഉണ്ടാകത്തുള്ളൂ എന്നൊരു സഭാ ശുശ്രൂഷകൻ എന്ന് എനിക്കറിയാം. ഞാനൊരു കെമിസ്ട്രി അധ്യാപകനെ പോലെ ക്ലാസ് എടുത്തുകൊണ്ട് നിന്നാൽ കുറേ അറിവേ ഉണ്ടാകുള്ളൂ. പക്ഷേ ഈ കൂടെ ആത്മാവോടെ വ്യാപരിച്ചാൽ ചിലപ്പോൾ ആ കേസിൽ ചിലതങ്ങ് പൊട്ടി വീഴുമെന്ന് എനിക്കറിയാം. അതിന് സമയം എടുക്കേണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് രാത്രിക്കാലം നിങ്ങളെ ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാവകാശമില്ല. പരിസരം മറന്നിന്ന് രാത്രിക്കാലം വീണ്ടും ദൈവസന്നിധിയിൽ ചിലര് ചില സ്ഥാനത്തിരുന്നാൽ ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് ഞാനിവിടെ വന്ന് പറഞ്ഞതല്ല, ബൈബിളിൽ പറയുകയാണ്. അങ്ങനെ ദൈവം ചിലരെ മാറ്റിയിട്ടാണെങ്കിലും നിന്നെ പുറത്തു കൊണ്ടുവരും, നിന്റെ സന്തതിയെ പുറത്തു കൊണ്ടുവരും, നിന്റെ വിഷയത്തെ പുറത്തു കൊണ്ടുവരും. അതിന് കരുത്തുള്ളവനാണ് നാം ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിച്ചേറ്റെടുത്ത് സ്വോത്രം ചെയ്തോളണോ. ചില കുരുക്കഴിഞ്ഞേ പറ്റൂ. ആരും അറിയാതെ കൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങൾ തീർന്നേ പറ്റൂ. അതിന് സ്വർഗം നടപടിക്കൊരുങ്ങുന്ന വിവരം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കൃപാരാഖമ ശന്ധനാരഗക്ഷസിയ. ഹല്ലേലൂയ. ഫെലിക്സിന് പകരം ഫെസ്തോസ് ആണ് അധികാരത്തിൽ വന്നത്. അതേ ഒരു ചെറുപ്പക്കാരനാണ്. സ്തോത്രം. മതപരമായ കാര്യങ്ങളിൽ പഠിച്ചൊക്കെ ഇറങ്ങിയ ഒരു പുത്തൻ ബാച്ചിൽ നിന്ന് അധികാരത്തിലേക്ക് വന്ന പുതിയൊരു അപ്പോയിൻമെന്റ് പോലെ എന്നൊക്കെ പറയാം. സ്തോത്രം. മതപരമായ വിശിഷ്യ യഹൂദ മതത്തിന്റെ പിന്നാമ്പുറങ്ങളും പശ്ചാത്തലങ്ങളും അധികം അറിയാത്ത ഒരു സ്തോത്രം ഭരണാധികാരി അദ്ദേഹം അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിൻ്റെ 3-ാമത്തെ ദിവസമോ മറ്റോ അവിടുത്തെ കീഴ്വഴക്കം അനുസരിച്ച് യഹൂദ മതത്തിൻ്റെ അധികാരിയായിരിക്കുന്ന മതകോടതിയുടെ ജഡ്ജിയായിരിക്കുന്ന മഹാപുരോഹിതനെ പോയി കാണുക എന്നുള്ളത് റോമൻ ഗവർണർമാരുടെ കീഴ്വഴക്കമായിരിക്കയാൽ ഒരുപക്ഷെ ഒരു ചായ സൽക്കാരം അല്ലെങ്കിൽ ഒരു അത്താഴ വിരുന്ന് അതിനുവേണ്ടി അവരെ വിളിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ മഹാപുരോഹിതൻ ഒരുക്കിയ ഒരത്താഴ സദ്യക്കോ അല്ലെങ്കിൽ ചായ സൽക്കാരത്തിനോ വേണ്ടി പുതിയ ഗവർണർ യെരുശലേമിലേക്ക് പോവുകയാണ്. സ്തോത്രം. അന്ത്യോക്യയിലെ അന്തോണിയ കോട്ട എന്നറിയപ്പെടുന്ന റോമൻ ഭരണാധികാരിയുടെ ഭരണകേന്ദ്രമായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് സ്തോത്രം ആ പ്രോട്ടോകോൾ അനുസരിച്ച് യെരുശലേമിലേക്ക് ചെന്നു. ഒരു 8 ദിവസത്തോളത്തോളം ഗവർണർ ഇവിടെ താമസിച്ചെന്നാണ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. ഇതിനിടയിൽ പല പ്രാവശ്യം മഹാപുരോഹിതനുമായിട്ട് ചർച്ച നടന്നു. ആ സമയത്ത് മഹാപുരോഹിതൻ ഒരു കാര്യം പുതിയ ഗവർണറോട് പറഞ്ഞു. സ്തോത്രം. ഞങ്ങളുടെ മതത്തിനും ഞങ്ങളുടെ ദേവാലയത്തിനും വിരുദ്ധമായി കുറച്ച് നാളുകളായിട്ട് വലിയ പ്രശ്നമുണ്ടാക്കിയ ഒരുവനെ പ്രതി ചേർത്ത് അവിടെ ജയിലിൽ ഇട്ടിട്ടുണ്ട്.
സ്തോത്രം. ഞങ്ങളുടെ കൂടെയൊക്കെ നിന്നൊരു ചെറുപ്പക്കാരനാണ്, ഞങ്ങൾ പഠിപ്പിച്ചവനാണ്. പക്ഷേ ഇപ്പോൾ പുത്തൻകൂറ്റുകാരുടെ കൂടെ ചേർന്ന് ഇപ്പം ഇവൻ പറയുന്നു മോശയ്ക്ക് കൊടുത്തത് പ്രമാണമല്ല, ദൈവാലയത്തിന് പുറത്ത് ദൈവം വരും, സ്തോത്രം, കല്ലിൽ കൊത്തിയതല്ല സത്യം എന്നൊക്കെ പറഞ്ഞ് ദൈവം മരത്തിൽ തൂക്കിക്കൊന്ന യേശു എന്നൊരുവൻ്റെ കൂട്ടുപിടിച്ച് അങ്ങനെ ആളെ കൂട്ടി ഒരു പുതിയ സംരംഭത്തിൻ്റെ നായകനായിട്ട് നടക്കുന്ന ശൗൽ എന്ന പൗലോസ് അവിടെയുണ്ട്. അവൻ്റെ കേസ് എങ്ങനെയും വിധി പറഞ്ഞ് മരണയോഗ്യനാണവൻ, ജീവിക്കാൻ യാതൊരു സാധ്യതയില്ലാത്തവൻ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഗവർണർ ആ കേസ് എടുക്കാതെ സ്തോത്രം അവൻ ഇട്ടിട്ട് പോയി. വേഗത്തിൽ അങ്ങ് ചെന്നാൽ ആ കേസിന് നടപടി ഉണ്ടാകണം. അതിനൊരു മറുപടി പറഞ്ഞിട്ട് ഫെസ്തോസ് നേരെ തിരിച്ച് 8 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ഭരണകേന്ദ്രത്തിലേക്ക് വന്നു. പൗലോസിൻ്റെ കേസാണ് അവർ അധികാരത്തിൽ വന്നിട്ട് ആദ്യം എടുപ്പിച്ചത്. പൗലോസിൻ്റെ കേസാണ്. ആ ഫയൽ കൊണ്ടുവന്നു, കേസ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മതപരമായ വിഷയങ്ങളായിരിക്കാൻ യാതൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ വന്ന സമയത്ത് നാട്ടുരാജാവും യഹൂദ മതവുമായിട്ട് വളരെ ബന്ധമുള്ള അഗ്രിപ്പാവ് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹമാണ് ആ സമയത്ത് രാജാവായിട്ടിരിക്കുന്നത്. ഇദ്ദേഹം ഗവർണറാണ്. അപ്പൊ രാജാവായിരിക്കുന്ന അഗ്രിപ്പാവിനോട് ഈ കാര്യം അറിയിച്ചു. അഗ്രിപ്പാവിനെ കാണുക എന്നുള്ളത് ഗവർണറുടെ ഭാഗധേയത്വമാണ്. അങ്ങനെ കൂടിക്കാണുന്ന സമയത്ത് ബെർണിക്കയുമായി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായി കാണുന്ന സമയത്ത് അദ്ദേഹം സ്തോത്രം രാജാവിനോട് പറഞ്ഞു, മഹാപുരോഹിതൻ എനിക്കൊരു വലിയ തലവേദന പിടിച്ച് പണി തന്നിരിക്കുകയാണ്. ഇതിനു മുമ്പിരുന്ന ഗവർണർ കൈകാര്യം ചെയ്യാതെ പോയ ഒരു കേസ്, ശൗലോന്നോ പൗലോസെന്നോ പേരുള്ളൊരുവൻ മതപരമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നു. ആ വിഷയം എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. എൻ്റെ പേരിൽ ഒരു പരാതി വരാതിരിക്കേണ്ടതിന് ഞാൻ ആ ഫയൽ നോക്കിയിട്ട് ഒന്നും പിടികിട്ടുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് അഗ്രിപ്പാവിനോട് ചോദിക്കുമ്പോൾ അഗ്രിപ്പാവ് പറയുന്നു, പൗലോസാണോ? സ്തോത്രം, അവനെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അവൻ്റെ പ്രസംഗങ്ങളൊക്കെ ഉഗ്രമാണെന്നാണ് കേട്ടിരിക്കുന്നത്. എനിക്ക് അവൻ്റെ പ്രസംഗം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ടുകാരി എന്ന് പറയില്ലേ, എന്നതുപോലെ സ്തോത്രം ഫെസ്തോസ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അങ്ങേക്ക് പ്രസംഗവും കേൾക്കാം, നമുക്ക് കേസും വാദിക്കാം, അതുകൊണ്ട് ഒരു ദിവസം നിശ്ചയിക്കാം. അങ്ങനെ അഗ്രിപ്പാവിനും ഫെസ്തോസിനും ഒരുങ്ങുന്നൊരു ദിവസം സ്തോത്രം ഇങ്ങനത്തെ കേസ് നിശ്ചയിച്ച് കേസിൻ്റെ വിസ്താരവും വിധിയുമായിട്ട് കൂടി വന്നിരിക്കുന്ന ദിവസം, അന്ന് അഗ്രിപ്പാവും ഫെസ്തോസും കൂടി ഒരുമിച്ച് ഒരു സംയുക്തമായി ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കുമ്പോൾ പ്രതിയായി കൊണ്ടുവന്നിരിക്കുന്ന പൗലോസ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പ്രതിക്കൂട്ടിലുണ്ട്. മഹാപുരോഹിതൻ അടക്കമുള്ള ആളുകൾ വാദിഭാഗത്തുണ്ട്. ആദ്യം വന്ന് നിൽക്കുമ്പോൾ എന്തുകൊണ്ടോ, ഒരു മമത കൊണ്ടോ സ്നേഹം കൊണ്ടോ സ്തോത്രം സീനിയർ ആയിരിക്കുന്ന ഈ അഗ്രിപ്പാവ് പൗലോസിനോട് പറഞ്ഞു, വാദിഭാഗത്ത് നിൽക്കുന്ന നിനക്ക് നിന്റെ ഭാഗം ആദ്യം വിസ്തരിക്കാം, പറയാൻ പറഞ്ഞു. അങ്ങനെ പറയാനൊരു അവസരം കിട്ടിയപ്പോൾ പൗലോസ് പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കുറിവാക്യമായി വായിച്ച ഈ 26-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. സ്തോത്രം പറഞ്ഞു തുടങ്ങിയ ഭാഗം ഇങ്ങനെയാണ്: ഞാൻ ആശ്ചര്യപ്പെടുന്നു, പൗലോസിനെ പോലത്തെ ജ്ഞാനി, വർത്താനം പറയാൻ അറിയുന്ന മനുഷ്യൻ, ആളും തരവും നോക്കി സംസാരിക്കാൻ അറിയാവുന്നവൻ, കർത്തൃദാസന്മാരും ദൈവമക്കളും ആയിരിക്കുന്നവരെന്ന് കേട്ടോളണം കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം ഭംഗിയായിട്ട് വർത്താനം പറയാൻ പഠിച്ചാൽ. അയ്യടാ, ഒരു സ്തോത്രം പറയുന്ന വിചാരിച്ച മനസ്സിലായി. വേറെ കുറേ ഉപവാസമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, നന്നായിട്ട് വർത്താനം പറയാൻ പഠിച്ചാൽ മതി. പൗലോസ് വളരെ ഭംഗിയായി ആദരപൂർവം പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്. അതാണ് നമ്മൾ വായിച്ച ആ വാക്യം. ആ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അവിടെ പറഞ്ഞത് ഇപ്രകാരമാണ്. ഒന്നോടെ എന്താ എഴുതിയിരിക്കുന്നു നോക്കി. ആരാധന സംബന്ധമായ വിഷയമാണ്. ആരാധന സംബന്ധമായ വിഷയം, ആരാധന സംബന്ധമായിരിക്കുന്ന ആ വിഷയം കോടതിക്കകത്ത് കൊണ്ടുവരാൻ തൻ്റെ ഇടം കാണിച്ച ആ മനുഷ്യനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ വാക്യത്തിനകത്ത് ഇനി കോടതിയും വിസ്താരവും പൗലോസും ഫെലിക്സും ഫെസ്തോസും അഗ്രിപ്പാവൊക്കെ മാറിപ്പോട്ടെ. പ്രയർ സെന്ററിലേക്കുള്ള ദൂതിന് വേണ്ടി ആ മറ നീങ്ങട്ടെ. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ ആരാധന സംബന്ധമായിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങൾ ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തിനകത്തുണ്ട്. ശ്രദ്ധിച്ചോളുക. 4 കാര്യങ്ങൾ. 1, ആരാധിക്കണം എന്ന് ഈ വാക്യത്തിനകത്ത് പരാമർശമുണ്ട്. 2, എപ്പോൾ ആരാധിക്കണമെന്ന് ഈ വാക്യത്തിനകത്ത് പരാമർശമുണ്ട്. 3, എങ്ങനെ ആരാധിക്കണമെന്ന് പരാമർശമുണ്ട്. 4, എന്തിനാരാധിക്കണമെന്ന് പരാമർശമുണ്ട്. 4 ഞാൻ അല്പം വിശദീകരിക്കാം, ഒന്നോടെ കേട്ടോളുക. ആരാധിക്കണം എന്നതിന് എഴുതുന്നവർക്ക് വേണ്ടി ആദ്യം പറയാം, പിന്നെ വിശദീകരണവും ദൂതും പറയാം. ആരാധിക്കണം എന്ന് പറയുന്നതിനകത്ത് പൗലോസ് എന്താ പറയുന്നത് നോക്കേ. അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുന്ന. ഞാൻ അതിലേക്ക് വരാം. എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു. ആരാധിക്കണം എന്ന് എഴുതിയിരിക്കുന്നത് സ്തോത്രം നമ്മുടെ 12 ഗോത്രങ്ങൾ. വിശദീകരണം തരാം. 2, എപ്പോൾ ആരാധിക്കണം.
അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ കണ്ടോ? സ്തോത്രം. ഞായറാഴ്ച മാത്രമല്ല, സ്തോത്രം, പിന്നെയോ ഇതുപോലെ ഉപവാസം ഉള്ളപ്പോൾ മാത്രമല്ല, യോഗത്തിന്റെ ആദ്യത്തെ 2 പാട്ട് പാടുമ്പോൾ മാത്രമല്ല. ആ വാക്യം ഇങ്ങനെയാണ്: രാപ്പകൽ ആരാധിക്കണം, രാപ്പകൽ ആരാധിക്കണം. 3, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം? ഒരു തരം നഞ്ചു തിന്നവനെ പോലെ ഉഴപ്പി ഇവിടെ വന്നിരുന്ന് വായിക്കോട്ടം വിട്ട് അവിടെ ഇവിടെ നോക്കി പകുതി മൊബൈലിലും തോണ്ടിക്കൊണ്ടിരുന്നല്ല ഈ ദൈവത്തെ ആരാധിക്കേണ്ടത്. പിന്നെ എങ്ങനെ ആരാധിക്കണം? ഈ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കണം, ശ്രദ്ധയോടെ ആരാധിക്കണം, ശ്രദ്ധയോടെ. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാരാധിക്കണം? അതൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും ഞാൻ ഈ വാക്യത്തെ വ്യാഖ്യാനമില്ലാതെ പറയാം. പൗലോസ് പറയുന്നു, ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ. അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്താ? ഇന്ന് രാത്രി ഞാൻ പറയാം, ആരാധിക്കുന്നവന് എന്തൊക്കെയോ എത്തിപ്പിടിക്കാനുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവര് കേട്ടോളണം. വായടച്ചിരിക്കുന്നവനല്ല, ആരാധിക്കുന്നവനെ വിമർശിക്കുന്നവനല്ല, ആരാധനയെ എതിർക്കുന്നവനല്ല, സർവശക്തനായ ദൈവത്തെ ശ്രദ്ധയോടെ ആരാധിക്കാൻ ഒരു അവസരം കിട്ടിയ, 2 പേരുടെ കൂടെ പാട്ടുപാടി ഈ ദൈവത്തെ സ്തുതിക്കാൻ ഒരു അവസരം കിട്ടിയ, ഇടംബലം നോക്കാതെ ദൈവത്തെ ആരാധിക്കുന്നവർ പ്രയർ സെന്ററിൽ ഉണ്ടല്ലോ. അവർക്ക് വേണ്ടി പറയാം, ആരാധിക്കുന്നവർ അവര് ചിലത് എത്തിപ്പിടിക്കുന്നു. ഹല്ലേലൂയ, എത്തിപ്പിടിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചോദിച്ചേക്കാം ചിലപ്പോൾ, ഇത് കേട്ടിട്ട് അത് മാത്രം കട്ട് ചെയ്തിട്ട് ചോദിച്ചേക്കടാ, ആരാധിക്കാൻ എന്നത് എത്തിപ്പിടിക്കാനാണോ? അതൊക്കെ തിയോളജിയുടെ ഭാഗം. ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കളോട് പറയാം, ആരാധിക്കുന്നവൻ ചിലത് എത്തിപ്പിടിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിനെ ആരാധിക്കുമ്പോൾ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നു, വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ജീവിച്ചാരാധിച്ചാൽ നീ ആ വിഷമം മാറാൻ വേണ്ടി പറയാം. സ്തോത്രം, ഹല്ലേലൂയ. രാപ്പകൽ എന്നെ വിളിച്ച ദൈവത്തിന് വേണ്ടി ജീവിതം ഒരു ആരാധനയാക്കി മാറ്റിയാൽ 2025 ഈ ഏപ്രിൽ മാസം 14-ാം തീയതി നീ എത്തി നിൽക്കുന്നതിനേക്കാൾ അപ്പുറം നിന്റെ ശുശ്രൂഷയിൽ, ഈ പ്രയർ സെന്ററിൽ ചിലത് എത്തിപ്പിടിക്കാൻ ഇനിയും പറ്റും. എത്തിപ്പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുത്തോ, എത്തിപ്പിടിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കുന്ന കർത്തൃദാസന്മാരോട് ചോദിക്കും, വേണ്ട, നിങ്ങൾ ജ്ഞാനികളല്ലേ, നമ്മൾ താമസിക്കുന്നത് പ്രൗഢമായ ഈ മധ്യ തിരുവിതാംകൂറിലല്ലേ, നിങ്ങൾ ആളുകളെ വിലയിരുത്ത്, നിങ്ങൾ നിഷ്പക്ഷമതികളായിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്ക്. സ്തോത്രം, ഹല്ലേലൂയ. ആരാധിച്ചും പ്രാർത്ഥിച്ചും ഇടംബലം നോക്കാതെ, പാരമ്പര്യങ്ങളെ നോക്കാതെ, ചട്ടക്കൂടുകളെ നോക്കാതെ, സർവശക്തന്റെ കീഴെ നിന്നുകൊണ്ട് ആരാധിച്ചെത്തിപ്പിടിച്ചവര് മാത്രമേ ഇവിടെ വളർന്നിട്ടുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ദൈവദാസന്മാരോട് ചോദിക്ക, എത്തിപ്പിടിക്കാൻ ഇനിയുമുണ്ട് ഇവിടെ. നിന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? എത്തിപ്പിടിക്കാൻ ഇപ്പിടിക്ക, അവിടെയാണ് ദൈവം നിന്നെ കൊണ്ട് കയറ്റിയത്. ഓൺലൈനിൽ ഇരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ആരാധിക്കാൻ അവസരമുണ്ടായിട്ടും, നിന്റെ വീട്ടിൽ 2 വണ്ടി ഉണ്ടായിട്ടും, സ്തോത്രം, ഇതുപോലൊരു അവസരം ഉണ്ടായിട്ടും വീട്ടിലിരുന്ന് കാര്യം കഴിക്കാൻ ഓർക്കുന്നവർ കേട്ടോളണം, ഒരു ചുക്കും എത്തിപ്പിടിക്കുകയില്ല. എന്നാൽ ഒരവസരം കിട്ടിയാൽ, ഒരു മുഖാന്തരം കിട്ടിയാൽ, സഭയുടെ കൂടെ, വിശുദ്ധന്മാരുടെ കൂടെ പാടാൻ ഒരു അവസരം കിട്ടിയാൽ, സ്തോത്രം ചെയ്യാൻ അവസരം കിട്ടിയാൽ, അവരുടെ കൂടെ ദൈവദാസ കൂടെ നിന്ന് ചേർന്ന് ആരാധിച്ചാൽ, ഹോളി സ്പിരിറ്റ് മനസ്സ് തുറന്നു വരട്ടെ. എത്തിപ്പിടിക്കാൻ എനിക്കും ചിലതുണ്ടെന്ന് പറ. ചിലർ ചോദിച്ചേക്കാം, എല്ലാ ദിവസവും രാവിലെ ബാഗും തൂക്കി ഇറങ്ങാൻ നിനക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? സ്തോത്രം, ബ്രദറെ ചോദിച്ചേക്കാം, ഈ ആഴ്ച നീ ലീവ് എടുത്ത് ഉപവസിക്കാൻ തീരുമാനിച്ചെങ്കിൽ, സ്തോത്രം, വിമർശകർ ചോദിച്ചേക്കാം, നിനക്ക് വേറെ പണിയില്ലേ? നീ പറയണം, എനിക്ക് ചിലത് എത്തിപ്പിടിക്കാനുണ്ട്, എനിക്ക് വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, അഭിഷേകമുണ്ട്, നിയോഗമുണ്ട്, എന്റെ മടിയിൽ ഞറുക്ക് വീണിട്ടുണ്ട്.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാൻ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കാടപ്പക്ഷിയെ കടലിൽ നിന്ന് 2 അടി പൊക്കത്തിന് മറ്റോ ഉയരെ വന്ന് പറന്നു നിൽക്കുക. നിന്റെ അടുക്കളയിൽ വന്നൊന്നും കാടപ്പക്ഷി കേറില്ല കേട്ടോ. അടുക്കളയിൽ വന്നൊന്നും കേറില്ല. വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി എത്തിപ്പിടിക്കാമെങ്കിൽ ഒടേ തമ്പുരാൻ എവിടെയോ മറഞ്ഞു കിടന്നതിനെ നിന്റെ കൈയുടെ കീഴെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ജീവിക്കുന്നവരും ഇന്ന് രാത്രിക്കാലം എത്തിപ്പിടിക്കാമെങ്കിൽ എത്തിപ്പിടിച്ചോളണം. ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ. അവസരങ്ങൾ കിട്ടിയാൽ ഞാൻ വീണ്ടും പറയുന്നു, ആരാധനയിലേക്ക് വരണം, സഭായോഗങ്ങളിലേക്ക് വരണം, വിശുദ്ധന്മാരുടെ നടുവിലേക്ക് വരണം. എത്തിപ്പിടിക്കാൻ ഈ ഇരിക്കുന്ന ചിലരോട് പറ, കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വചനത്തിന് മുമ്പിൽ ആവേശം കൊള്ളുന്ന മനുഷ്യനാണ്. നിങ്ങൾ ആരും മിണ്ടിയില്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കത്തുള്ളൂ, എന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷെ ഇന്ന് രാത്രി ഇത് കേട്ടിട്ട് ഹൃദയം തുടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ലജ്ജ കൂടാതെ വേർത്തു കുളിച്ച് AC ഫാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരവസരം കിട്ടിയത് പാഴാക്കാത്തവരാ ആ അമ്മമാരാ, ആ അപ്പന്മാരാ എന്തെങ്കിലും എത്തിപ്പിടിച്ചിട്ടുള്ളൂ. കറങ്ങി നടന്നവരും കമന്റ് പറഞ്ഞവരൊന്നും ഇന്ന് വരെ എന്റെ പൊന്നു സാറേ ഒന്നും എത്തിപ്പിടിച്ചിട്ടില്ല. എന്നാൽ ആരെ നോക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് ആത്മനിറവോടെ എത്തിപ്പിടിക്കാൻ വെമ്പൽ കൊണ്ടവർ, ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ വെമ്പൽ കൊണ്ടവർ, അവരെ എന്റെ ദൈവം അവരുടെ കൈക്കകത്തേക്ക് ആത്മാക്കളെ കൊടുത്തിട്ടുണ്ട്, അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടുണ്ട്, ശുശ്രൂഷകളെ കൊടുത്തിട്ടുണ്ട്, വിടുതലുകളെ കൊടുത്തിട്ടുണ്ട്, നന്മകളെ കൊടുത്തിട്ടുണ്ട്. തുറന്നു വാ. യേശുവിന്റെ നാമത്തിൽ പ്രയർ സെന്റർ തുറന്നു വാ. ആരാധിക്കുന്നത് സ്വത്ര ആരോ നിർബന്ധിക്കുന്ന കൊണ്ടല്ല, ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കൊണ്ടല്ല, ഞങ്ങളുടെ രീതി ഇതായത് കൊണ്ടല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്കെന്തോ എത്തിപ്പിടിക്കാനുണ്ട്. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിക്കാനുണ്ട്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വർഗം അത് നിന്റെ കൈക്കകത്ത് എത്തിച്ചിരിക്കും. കൃപാവരങ്ങൾ, ശുശ്രൂഷകൾ എല്ലാം എത്തിപ്പിടിക്ക്. എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ യൗവനക്കാരും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മശക്തിയോടെ പറ, ആരും നിന്റെ വീട്ടിൽ കൊണ്ട് തരില്ല, ആരും നിന്റെ വീട്ടിൽ പൊതിഞ്ഞു കെട്ടി തരില്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ ആരാധിച്ച് എത്തിപ്പിടിക്കാമെങ്കിൽ എത്തിപ്പിടിക്ക. പരിശുദ്ധാത്മാവേ, ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ കർത്താവേ, ആട്ടിടയൻ ആടിന് ചായച്ചു കൊടുക്കുന്നത് പോലെ അവന്റെ വടിയും കോലും നിനക്ക് ചില നന്മകൾ ചായച്ചു തരികയാ. മരവിച്ചിരിക്കരുത്, കാഴ്ചക്കാരായിരിക്കരുത്, വിമർശകരുടെ കൂടെ ചേരരുത്, പരീക്ഷന്റെ കൂടെ നിൽക്കരുത്. ദൈവത്തിന്റെ ആത്മാവുള്ളവരുടെ കൂടെ, പരിശുദ്ധാത്മാവുള്ളവരുടെ കൂടെ നിൽക്ക്. സ്വർഗം ചിലരെ എത്തിപ്പിടിക്കാവുന്നതിന്റെ കീഴെ നിർത്തിയിരിക്കുക. യെസ്, ഹല്ലേലൂയ. ഒരല്പാൽപ്പം ഈ 4 കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ വേണ്ട രീതിയിൽ ഈ ഇത്ര വചനപ്രകാശനമുള്ളൊരു സഭയിൽ വിശദീകരിക്കണമെങ്കിൽ ഇതുപോലത്തെ 4 രാത്രികളെങ്കിലും വേണം. സ്തോത്രം, ഹല്ലേലൂയ. ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ 4 പ്രസംഗങ്ങൾ കൂട്ടിക്കെട്ടിയാൽ പോലും 8:45 ആവില്ല. സ്തോത്രം, അങ്ങനെ പറ്റിയിട്ടുണ്ട്. കാരണം കട്ട് പീസ് എല്ലാം നമ്മൾ ഇടയ്ക്ക് കയറ്റിയിട്ട് ആവിയല്ല. ഇവിടെ ഇപ്പം എങ്ങും എത്തുന്ന ലക്ഷണമില്ല. കാരണം ഈ പുൽപ്പിറ്റ് വചന വെളിപ്പാടുള്ളതാണ്. അതിനിപ്പോൾ ഞാനിവിടെ നിൽക്കണമെന്നില്ല, ഇവിടെ ആര് നിന്നാലും ഇവിടെ പ്രകാശനമുണ്ട്. അതുകൊണ്ട് വിശദീകരിച്ചൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എന്നെ കൊണ്ട് ആവുന്നിടത്തോളം നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങളും സ്തോത്രം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ തെളിയിക്കേണ്ടതാണ്. ആദ്യത്തെ വാക്കുകൾ തന്നെ നമുക്ക് 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ആരാധിക്കണം, എപ്പോഴൊക്കെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എന്തിനാരാധിക്കണം. ആരെ ആരാധിക്കണം എന്ന് വേണമെങ്കിൽ ചേർക്കാം, അത് അണ്ടർസ്റ്റുഡാണ്. പക്ഷേ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ ആദ്യത്തെ കാര്യം ഒന്നോടെ വിശദീകരിക്കട്ടെ. ആരാധിക്കണം എന്നത് ശ്രദ്ധിക്കണം കേട്ടോ.
വേദപുസ്തകത്തെ ശ്രദ്ധിച്ചാൽ തന്നെ യാക്കോബ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തെ ഉറ്റുനോക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം എന്ന്. യാക്കോബിൻ്റെ ലേഖനത്തിനകത്ത് ആ വാക്യം എങ്ങനെ നോക്കണമെന്ന്? ഉറ്റുനോക്കണം എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ ശ്രദ്ധിച്ചു നോക്കണം. വചനത്തെ ഒന്ന് ഉറ്റുനോക്കാം, അന്നേരം അറിയാം. നിങ്ങളെ ആരെങ്കിലും യോഗം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഉറ്റുനോക്കിയാൽ എന്തോ ചെയ്യും? ഒന്നുകിൽ നിങ്ങൾ പേടിച്ചങ്ങ് മാറും, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉറ്റുനോക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക എന്നാ നോക്കുന്നതെന്ന്. അല്ലേ? നമ്മുടെ ഭാഗത്ത് വളപ്പും മറിപ്പൊന്നും ഇല്ലെങ്കിൽ അച്ചായന് മനസ്സിലായി എന്നാ നോക്കുന്നതെന്ന് ചോദിക്കും. ഇത് തന്നെ വചനവും ചെയ്യും, വേറെ ഒന്നും ചെയ്യണ്ട. കുറച്ചു നേരം വചനത്തെ ഉറ്റുനോക്കുമ്പോൾ വചനം ചോദിക്കും എന്നാ നോക്കുന്നതെന്ന്. സ്തോത്രം. അതിന് ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചു നേരം ഉറ്റുനോക്കും. നോക്കുമ്പോൾ വചനം ചോദിക്കാൻ തുടങ്ങും എന്നാ നോക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നോക്കുന്ന കാര്യം പറയും. അപ്പോൾ വചനം പറയും മിണ്ടാൻ തുടങ്ങും. ആ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന കൊണ്ടാണ് ഇത്രയൊക്കെ ഒത്തത്. സ്തോത്രം. അപ്പോൾ ഇതിനകത്തേക്ക് ഉറ്റുനോക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പിടികിട്ടും. സ്തോത്രം. എന്നോട് ഞാൻ ഈ വാക്കൊക്കെ ഈ ഡെയിലി മെസ്സേജ് ഇതിനകത്തൊക്കെ പറയും. ഇന്ന് രാവിലെ ഞാൻ ദൈവദിനത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എന്നോട് പറഞ്ഞതാന്ന് പറയും. അപ്പോൾ ചിലർ എന്നോട് തിരിച്ചു ചോദിക്കും, പാസ്റ്റർ എപ്പോഴും പറയുന്നേക്കാലോ ഇത്രയേ ഉള്ളൂ സംഭവം, അതിനകത്ത് വേറെ ബൈനോക്കുലറും ഇല്ല, ടെലസ്കോപ്പും ഇല്ല, ഒന്നുമില്ല. ദൈവദിനത്തെ ഇച്ചിരി ശ്രദ്ധിക്കുമ്പോൾ വചനം ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും എന്നെ നോക്കുന്നതെന്ന്. ആ സംഭാഷണത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മീക പൊരുളുകൾ പുറത്തു വരും, ദൂത് വെളിപ്പെടാൻ തുടങ്ങും. ഇച്ചിരി മെനക്കേടാണ്, ടൈം സ്പെൻഡ് ചെയ്യണം. ഓടി വന്നിട്ട് പോകാൻ ചിലപ്പോൾ കിട്ടിയല്ല. സ്തോത്രം. അപ്പോൾ ഇതിലേക്ക് ഉറ്റുനോക്കുമ്പോൾ പൗലോസ പറഞ്ഞ കേട്ടോ, ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസികൾ മാത്രം ഇരിക്കുന്ന സദസ്സിലല്ല, ഒരു കോടതിയിലാണ്. വക്കീലില്ല തനിക്ക്, താൻ പ്രതിയാണ്. സൂക്ഷ്മതയോടെ സംസാരിക്കണം. ഒരു മത പ്രകോപനം, സ്പർദ്ധ ഉണ്ടാക്കാനേ പാടില്ല. അതൊക്കെ പൗലോസിനറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പൗലോസിനോട് ചോദിച്ചു, അങ്ങൊരു കോടതി നിൽക്കുമ്പോൾ ഇവിടെ പറഞ്ഞത് ആരാധിക്കണം എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ? എവിടെ എൻ്റെ കൂടെ നിൽക്കും, ഇച്ചിരി സമയമുള്ളൂ. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ? നമ്മുടെ 12 ഗോത്രങ്ങൾ. അപ്പൊ ഞാൻ പൗലോസിനോടൊരു വക്കീലായിട്ട് പറഞ്ഞു കൊടുത്തു, ഇടാ മണ്ട, കോടതിയിൽ ചെന്നിട്ട് അങ്ങനെയൊന്നും പറയരുത്. എന്താ പറയണം? ഇച്ചിരിയോടെ വിശാലമായിട്ട് നീ ഒരു പ്രതിയാണ്, പ്രശ്നക്കാരനാന്ന് തോന്നാതിരിക്കാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി. ലോകത്തിലെല്ലാവരും ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞാനും പറയുന്നു സാറേ, അതിൽ കൂടുതൽ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ കോടതി ചിലപ്പോൾ നിന്നെ വെറുതെ വിട്ടേക്കാം. ശരിയല്ലേ? കോടതി ചെല്ലുമ്പോൾ സ്തോത്രം, പൗലോസിനൊരു വക്കീൽ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും പറഞ്ഞേനെ. സ്തോത്രം. എല്ലാവരും ആരാധിക്കുന്ന, പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ അതിനൊരു പഞ്ചോ ഗുമ്മോ, പിള്ളേരുടെ ഒരു ഭാഷയില്ലേ, 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ 850 കോടി ആളുകൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. എൻ്റെ സാറേ, ലോകത്തിൽ 850 കോടി ആളുകളുണ്ട്. ഈ 850 കോടി ആളുകളെ സൃഷ്ടിച്ച, പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പൗലോസ് ആരാ മോൻ? സ്തോത്രം. തല പോയാലും ദൈവത്തിൻ്റെ വ്യവസ്ഥ വിടാത്ത ആളാ. അദ്ദേഹം പറഞ്ഞു, സാറേ, ഞാൻ എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്, 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഈ 12 ഗോത്രങ്ങൾ എല്ലാരെയും കയറി ആരാധിക്കില്ല, അവരെല്ലാരെയും ദൈവമേന്ന് വിളിക്കില്ല. ഇവരൊരു പ്രത്യേക ജാതിയാണ്, അത് അങ്ങേക്കറിയാലോ. ആ ദൈവമാണ് സനാതനൻ, അവനാണ് സർവശക്തൻ, അവനാണ് സച്ചിദാനന്ദൻ, അവനാണ് അഖിലാണ്ട സൃഷ്ടാവ്. ഈ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന ദൈവമാണ് സാക്ഷാൽ ദൈവം. ഹല്ലേലൂയ. അതിനകത്തും വെള്ളം ചേർക്കാതെ, കോടതിക്കകത്തും അത് പറഞ്ഞ വീര്യത്തിനായി ദൈവത്തിനൊരു സ്തോത്രം ചെയ്തേരെ. 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാം, ഈ ദൈവത്തിന് യാതൊരു നിർബന്ധവും ഇല്ല എല്ലാവരും ആരാധിക്കണമെന്ന്. സ്തോത്രം. എല്ലാവരും ആരാധിക്കണമെന്ന് നിർബന്ധമില്ല. അതിനവിടെ തെളിവ് ഞാൻ പറയാം. 29-ാം സങ്കീർത്തനം വായിച്ചുള്ളവർക്കറിയാം, അവിടെ ഒരു ആഹ്വാനമാണ്. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ദൈവമേ, എല്ലാവരോടും പറ കൊടുക്കാൻ, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ വേദപുസ്തകം പറഞ്ഞു,
ദൈവത്തിന് എല്ലാവരും മഹത്വം കൊടുക്കണമെന്നില്ല. എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട് ദൈവപുത്രന്മാർ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായവർ. ആരും മിണ്ടിയില്ലെങ്കിലും ആരും മഹത്വം കൊടുത്തില്ലെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മക്കൾ അവന് മഹത്വം കൊടുത്തിരിക്കണം. ഹല്ലേലൂയ, മഹത്വം കൊടുത്തിരിക്കണം. ഈ 12 ഗോത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു നോക്കി, അത് തന്നെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനപരമായിട്ട് ഇസ്രായേൽ ചരിത്രപരമായിരിക്കുന്ന വലിയൊരു ചിന്തയാണ്, വലിയൊരു കാര്യമാണ് 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത്. അബ്രാഹാമിൻ്റെ കൊച്ചുമക്കളായി, പ്രത്യേക യാക്കോബിൻ്റെ മക്കളായി ജനിച്ചു വളർത്തപ്പെട്ട 12 പേർ. പിന്നെ യോസേഫിൻ്റെ ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ പറയാനുള്ള എളുപ്പത്തിനങ്ങ് പറയുക. ആ സ്വത്രം 12 പേരാണ് പിന്നീട് ഗോത്രങ്ങളായിട്ട് അറിയപ്പെട്ടത്. ഇവർ 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളടങ്ങുന്ന ബഹു സംഘം മിസ്രയീമിൽ വെച്ചുണ്ടായിരുന്നു. പക്ഷെ ചരിത്ര രേഖകൾ നിങ്ങൾ പരിശോധിച്ചാൽ, വേദപുസ്തക വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ സഹായം കൂടി തേടിയാൽ, മിസ്രയീമിൽ വെച്ച് ഇവരെ ഗോത്രങ്ങളായിട്ടൊന്നും വേർതിരിച്ചിട്ടില്ല. ഗോത്രങ്ങളായി വേർതിരിക്കുന്നത് ഇവർ ചേട്ടനും അനിയനും വെല്ലുപ്പനും കൂടി തീരുമാനിച്ചതല്ല. പിന്നെയോ ഇസ്രായേൽ ചെങ്കടൽ കയറിയതിന് ശേഷം ദൈവമായ കർത്താവാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ഇവരെ തിരിക്കുക. സമാഗമന കൂടാരത്തിന്റെ ക്രമീകരണങ്ങൾ വരുമ്പോൾ പറഞ്ഞു, സ്തോത്രം ഹല്ലേലൂയ, ഈ 12 പേർ മക്കൾ, ഇവരുടെ ഓരോ ഗോത്രങ്ങൾക്കും ഓരോ കൊടിയടയാളം വേണം. അവരുടെ സ്തോത്രം, അവരുടെ താമസ ക്രമീകരണങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ചുരുക്കി വിശദീകരിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഇവർ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചതുകൊണ്ടോ സ്തോത്രം മക്കളായതുകൊണ്ടല്ല ഗോത്രമാകുന്നത്. എങ്ങനെയാണെന്നറിയോ? മിസ്രയീമിൽ കടന്നുകൊണ്ട് ഗോത്രമാകില്ല. പിന്നെയോ അവിടെ വെച്ച് പെസക ആചരിക്കണം, ചോരത്തളി ആചരിക്കണം, പെസക കുഞ്ഞാട് അകത്ത് കയറണം, ചെങ്കടൽ കടക്കണം, മേഘത്തിന്റെ കീഴെ വരണം, ദൈവം പറഞ്ഞത് അനുസരിക്കണം. അങ്ങനെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നിന്നെ അവന്റെ കൊടിയുടെ കീഴെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോഴാണ് നിനക്ക് ഒരു ഗോത്രമായിട്ട് അംഗീകാരം കിട്ടുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം കേട്ടോളണം. ഒരു അരമണിക്കൂർ വിശദീകരിക്കേണ്ട ഭാഗം 5 മിനിറ്റ് വെട്ടിച്ചുരുക്കുക. സ്തോത്ര, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, സർവശക്തനായ ദൈവം നിന്നെ ദൈവത്തിന്റെ കൊടിക്കീഴ്, ഉത്തമഗീതത്തിലെ ആ പെങ്കൊച്ച് പറഞ്ഞതുപോലെ ആ സ്നേഹത്തിന്റെ കൊടിയുടെ കീഴെ നിനക്ക് വരാൻ പറ്റണമെങ്കിൽ നിന്റെ വെല്ലിപ്പച്ചൻ ഉപദേശിയായതുകൊണ്ടോ നിന്റെ അമ്മച്ചി 1000 രൂപ വെച്ച് സ്വോത്ര കാഴ്ച കൊടുത്തത് കൊണ്ട് ആകില്ല. ആ കൊടിക്കീഴെ വരണം. ദൈവം പറഞ്ഞിട്ടുണ്ട്, ദാൻ ഗോത്രത്തിന് ഈ കൊടിയടയാളമായിരിക്കണം. അവരെല്ലാം ആ കൊടിയുടെ കീഴെ നിന്നോളണം. യഹൂദാ ഗോത്രത്തിന്റെ കൊടിയടയാളം ഇതായിരിക്കണം. അവർ സമാഗമന കൂടാരത്തിന് ഇന്ന ഭാഗത്ത് നിന്നോളണം. ഇതെല്ലാം ക്രമീകരിച്ചത് ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ എല്ലാവരുടെയും കൂടെ നിന്ന് സ്തോത്രം, എല്ലാത്തിനെയും ആരാധിക്കുന്നവന് ഈ വാക്യം വിഷയമല്ല. പിന്നെയോ വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കണം. സ്തോത്രം, അങ്ങനെയുള്ളവർക്കാണ് ഈ ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യം. സ്തോത്രം, അവരിതിനകത്തുണ്ടെങ്കിൽ യോഗത്തിന് വന്നിട്ട് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ബാക്കി ആരും സ്തുതിച്ചില്ലെങ്കിലും അവരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ കൊടിക്കീഴെ വന്നവൻ ഇതിനകത്തുണ്ടോ? അല്ലാത്തവൻ ഇവിടെ തൂണും ചാരി ഇരിക്കട്ടെ, പ്രസംഗം എഴുതിക്കൊണ്ട് പോയി വേറെ ഏതെങ്കിലും യോഗത്തിൽ കൊണ്ടുപോയി പ്രസംഗിച്ചോട്ടെ, അത് അവന്റെ ബിസിനസ്. പക്ഷേ യേശുവിന്റെ കൊടിക്കീഴെ വന്നവർ അവരിന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ, ഉപവാസത്തിലുണ്ടെങ്കിൽ അവര് കേട്ടോളണം, അവരാരാധിച്ചിരിക്കണം. 12 ഗോത്രങ്ങൾ ആരാധിക്കുന്നവൻ അവൻ ആരാണ്? ഇന്ന് രാത്രികാലം വിശ്വസിക്ക്. എല്ലാരും ആരാധിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം, നമ്മുടെ ദൈവം അവൻ 12 ഗോത്രങ്ങൾ ആരാധിച്ച ദൈവം. ആ ദൈവത്തെ ആരാധിക്കാൻ വിളി ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.